വിവിധ ആവശ്യങ്ങൾക്കായി തദ്ദേശ സ്ഥാപനങ്ങളിലെത്തുന്ന അപേക്ഷകരോട് ഉദ്യോഗസ്ഥർ ഫീൽഡ് തല അന്വേഷണത്തിന് വാഹനം ഏർപ്പാടാക്കാൻ ആവശ്യപ്പെടുന്നത് വിലക്കിക്കൊണ്ട് LSGD പ്രിൻസിപ്പൽ ഡയറക്ടർ ജില്ലാ ജോയിന്റ് ഡയറക്ടർമാർക്ക് നിർദ്ദേശം നൽകി. മനുഷ്യാവകാശ പ്രവർത്തകൻ മുബ്ലിയം സ്വദേശി KG രവീന്ദ്രനാഥ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ നിവേദനം പരിഗണിച്ച കമ്മീഷൻ പൊതുജനങ്ങളോട് വാഹനം ഏർപ്പാടാക്കാൻ ആവശ്യപ്പെടാൻ പാടില്ലെന്നും ഇതു സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണമെന്നും നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ജില്ലാ ജോയിന്റ് ഡയറക്ടർമാർക്ക് രേഖാമൂലം നിർദ്ദേശം നൽകിയത്. ഫീൽഡ് പരിശോധനയ്ക്കായി വാഹനം ഏർപ്പാടാക്കാൻ ഉപഭോക്താവിനോട് ആവശ്യപ്പെടാൻ പാടില്ലെന്ന ബോർഡ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ഥാപിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. KG രവീന്ദ്രനാഥിന്റെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ നടത്തിയ ഈ ഇടപെടൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ ആശ്വാസമാണ് പകരുന്നത്. നിർധനരായ ജനങ്ങളുടെ പ്രയാസങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കമുള്ള അധികൃതർക്ക് മുന്നിലെത്തിക്കാൻ നിസ്വാർത്ഥമായി പരിശ്രമിക്കുന്ന KG രവീന്ദ്രനാഥിനെ നാട്ടുകാർ അഭിനന്ദിച്ചു. നമ്മുടെ കേരളത്തിലെ 941 ഗ്രാമപഞ്ചായത്തുകളിൽ നമ്മുടെ സാധാരണക്കാർ നമ്മുടെ വീട്ടിലൊരു ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ അതിൻ്റെ സാക്ഷ്യം വാങ്ങിക്കുന്നതിന് വേണ്ടി ചെല്ലുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ വാഹനം ഏർപ്പാടാക്കാനായിട്ട് അവർ നിർദ്ദേശിക്കും. അപ്പോൾ ഞാനൊരു പൊതുപ്രവർത്തകനാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചേച്ചി വിധവയാണ്. അതിൻ്റെ മകൻ മനോദൗർബല്യമുള്ള കുട്ടിയാണ്. ഭർത്താവില്ല, മരിച്ചുപോയി. വാസയോഗ്യമല്ലാത്ത വീടാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ കാർഡ് APL കാർഡാണ്. അപ്പോൾ BPL കാർഡ് ആക്കാനായിട്ട് എൻ്റെ സഹായം അഭ്യർത്ഥിച്ചു. ഞാൻ അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് ചെന്നപ്പോൾ സെക്ഷനിൽ ഇരിക്കുന്ന ലേഡി പറഞ്ഞു, വീട് സന്ദർശിക്കുന്നതിന് നിങ്ങൾ വാഹനം വിളിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നടപടിയാവില്ല, അത് നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പിന്നീട് വേറൊരു ഉപഭോക്താവ് കാറുമായിട്ട് വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോവാണ് ഉണ്ടായത്. ഇത് തന്നെ മാനസികമായി വല്ലാതെ ബുദ്ധിമുട്ടിലാക്കി. അപ്പോൾ ഒരു പാവപ്പെട്ടവന് നീതി നടപ്പിലാക്കുന്നത് ഇങ്ങനെയല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പഞ്ചായത്ത് അവരുടെ വണ്ടിയിൽ വന്നിട്ട് പരിശോധന നടത്തി വേണ്ട കാര്യങ്ങൾ ചെയ്ത് ജനങ്ങൾക്ക് നീതി നടപ്പിലാക്കി കൊടുക്കണം. ഇതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ 3 വർഷം മുന്നാണ് ഞാൻ ഈ പരാതി കൊടുക്കുന്നത്. ഈ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പഞ്ചായത്ത് മിനിസ്റ്റർക്കും കൊടുത്തിരുന്നു, പഞ്ചായത്ത് ഡയറക്ടർക്കും കൊടുത്തിരുന്നു. അതിനുശേഷമാണ് മനുഷ്യാവകാശ കമ്മീഷന് ഞാൻ പരാതി കൊടുക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ ഹിയറിങ്ങിന് വിളിക്കുകയും ഹിയറിങ്ങിൽ ഞാൻ എൻ്റെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചത് അത് കൃത്യമാണെന്ന് കമ്മീഷന് ബോധ്യപ്പെടുകയും തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉത്തരവുണ്ടാകുന്നത്. ഒരു കാരണവശാലും പൊതുജനങ്ങളോട് വാഹനം വിളിക്കാനായിട്ട് ആവശ്യപ്പെടാൻ പാടില്ല എന്നുള്ളൊരു ഉത്തരവ് വന്നിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് പ്രകാരം കേരളത്തിലെ മൊത്തം 941 പഞ്ചായത്തുകളിൽ സമ്പ്രദായം ഇനി നടപ്പിലാക്കണം. അങ്ങനെയാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്.